ഞാൻ മേരി മെറ്റിൽഡ. വെനസ്ഡേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ ഞായറാഴ്ച ദിവസം സ്റ്റേ ഇൻസ്പയർഡ് സീരീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനു പുറമെ തുടങ്ങിയിട്ടുള്ള ഒരു സീരീസാണ് വെനസ്ഡേ സീരീസ്. എപ്പിസോഡ് 1 കാണാത്തവർ അത് കാണണം. നമുക്കറിയാം, എന്തെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ഷനാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. അങ്ങനെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുമിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സീരീസ് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെ നോക്കിയ ശേഷം എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു ശീലം, അത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും കുറച്ച് സുഖവും എളുപ്പമാർഗവും അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും എളുപ്പമായിട്ടത് കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം കാര്യങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ശീലം മാറ്റിയെടുക്കാൻ പറ്റിയാൽ നമ്മളെല്ലാവരും തന്നെ രക്ഷപ്പെടും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന 6 ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ. ആക്ടിവിറ്റി നമ്പർ 1, നമ്മൾ ദിവസം ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ മാറ്റിവെക്കാനാണ് നമുക്ക് താല്പര്യം. രാവിലെ അലാം അടിക്കുമ്പോൾ തുടങ്ങി എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മൾ മാറ്റിവെക്കും. അങ്ങനെ പലതും നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും അതിജീവിച്ചേ മതിയാവൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നോ, 5 to 1 റൂൾ അപ്ലൈ ചെയ്യുക. അത് ചെയ്യേണ്ട സമയം വരുമ്പോൾ 5, 4, 3, 2, 1 എന്നിട്ട് അങ്ങോട്ട് ചെയ്യുക. വേറെ ചിന്തകൾ വരുമ്പോഴാണല്ലോ നമ്മൾ അതിൽ നിന്നും മാറിപ്പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇടം കൊടുക്കേണ്ട. ആക്ടിവിറ്റി നമ്പർ 2, വലിയ ചില ജോലികൾ ചെയ്യുമ്പോഴേ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിൽ നമ്മളത് മാറ്റിവെക്കും. അപ്പോൾ അതിനൊരു കാര്യം ചെയ്താൽ മതി. അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി ആദ്യത്തെ ഒരു ഭാഗം എടുത്ത് അങ്ങോട്ട് തുടങ്ങുക. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് പോയിക്കോളും. ആക്ടിവിറ്റി നമ്പർ 3, നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മളെ സഹായിക്കുന്ന ചില സിസ്റ്റംസ് ഉണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിലൊന്നാണ് ബ്രെയിനിനകത്തുള്ള റിവാർഡ് സിസ്റ്റം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾക്ക് ഒരു മുൻഗണനാക്രമം, പ്രാധാന്യമുള്ള കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് ചെയ്യുക. എന്തായാലും ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ആ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. അത് വീണ്ടും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ആക്ടിവിറ്റി നമ്പർ 4, നമ്മൾ പലപ്പോഴും മടി കൊണ്ടല്ല കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. ഡിസ്ട്രാക്ഷൻസ്, നമുക്ക് അനാവശ്യമായ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പതറിപ്പോവും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നമ്മുടെ എൻവയോൺമെൻറ്റിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഉപകരണങ്ങളില്ലേ, അതിനെല്ലാം ഓൺ സ്വിച്ച് ഓഫ് സ്വിച്ച് കൊണ്ട് അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ആക്ടിവിറ്റി നമ്പർ 5, നമ്മൾ കുറേ നേരം ഇരുന്ന് കുത്തിയിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ബ്രെയിനിന് വലിയൊരു ത്രെറ്റാണ്. ബ്രെയിൻ അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതൊരു ശീലമായിട്ട് മാറ്റണം. അപ്പോൾ ബ്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്തോളും. 6ാമത്തെ കാര്യം, ചില കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊന്ന് നമ്മൾ മാറ്റണം. നമ്മൾ നമ്മോട് തന്നെ പറയുന്ന ചില കാര്യങ്ങളില്ലേ, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന് ഇത് ചെയ്ത് തീർക്കണം എന്നൊക്കെ പറയുന്നതിന് പകരം ഐ ചൂസ് ടു ഡു ദിസ്. നമ്മൾ തലച്ചോറിന് ഒരു ഭാരമുണ്ടാക്കി വെക്കരുത്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ദേ 10 മിനിറ്റ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോവാണ് എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ ലെസൺ നമ്പർ 2, ആക്ടിവിറ്റീസ് എഴുതുക, ആക്ടിവിറ്റി ഷീറ്റ് തയ്യാറാക്കുക. ഓഗസ്റ്റ് മാസം 2ാം ബുധനാഴ്ചയാണ് അടുത്ത എപ്പിസോഡ്. ഓഗസ്റ്റ് മാസം എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അതെന്താണെന്ന് വഴിയെ പറയാം. എന്തായാലും ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യുക, ഗോ എഹെഡ്, വിലയിരുത്തുക. എന്തെങ്കിലും പാകപ്പിഴകൾ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. നമ്മുടെ ഓരോ കറക്ഷനും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.